ഇഷ്ടമുള്ള പാട്ട് ഏതാ? റൂഹോ? ആരുടെ റൂഹ്? ഓക്കെ ഗൈസ്, ഏതാ രണ്ടുപേരും പാടി ഇന്നലെ പാടാൻ പറ്റുക? പാട്ട് തുടങ്ങിയിട്ട് പിന്നെ പോവാം, വീഡിയോയിലേക്ക് പോവാം. ഏതാ വേണ്ട? അതാ വേണ്ട? ഓക്കെ ഗൈസ്, അപ്പൊ ഉമ്മക്ക് പാട്ട പാട്ട് അതാന്ന് പറഞ്ഞത്. ഇന്നലെ രണ്ടുപേരും മൂടിയൊക്കെ. റൂഹേ നീ അകലും മുമ്പും മാനെ കണ്ടു മരിക്കണം, അല്ലെങ്കിൽ ഉമ്മാന്റെ കൂടെ മരിക്കണം. റൂഹേ നീ പിരിയും മുമ്പ് പാനെ കണ്ടു മരിക്കണം, വിധിയുണ്ടേലുപ്പാന്റെ കൂടെ മടങ്ങണം. ഈ മണ്ണിൻ തുണ നിങ്ങൾ, പകലിരവൻ പുണ്യങ്ങൾ, ചെറുനോവും അറിയുന്നു, നിറസ്നേഹം പകരുന്നു. താനാനാനാന തനനാനാനാനാനാന താന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 . മതിയോ? ഞാൻ അടുത്തിലേക്ക് എല്ലാ തേങ്ങയും മറന്നിക്കുന്നു. ഒരു തേങ്ങ കൊറേ പാട്ടൊക്കെ പാടിയിട്ട് കാലങ്ങളോളായി മക്കളെ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് വെറുതെ ഒന്ന് പാടി വെക്കാണ്. ഞാൻ എൻ്റെ വേറെ ഇനും പാടല്ലേ. തകരാതെ തളരാതെ ദുനിയാവിൽ തണലായി ഈ ഉമ്മാന്റെ നിഴലായി എന്നും ഞാനില്ലേ. ചെറുകുടിലിൽ പടവുകളിൽ മിഴിയിടരാതൊരു തിരിയായി മരവിന്നും കാക്കാനൊരു തുണയായി നീയില്ലേ. നിറമിഴിയിലൊരുവേലിൽ ഒരു കുടയായി ഞാനില്ലേ. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും പാട്ടൊക്കെ കുറേ മറന്നു പോയിക്കണേ. നമുക്ക് ഇൻഷാ അല്ലാഹ് പാട്ടൊക്കെ പാടി സെറ്റ് ആവണം. ഇപ്പോൾ ബിസിനസ്സും അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ ഓട്ടങ്ങളും കാരണമാണ് നമ്മുടെ പാട്ടും പരിപാടിയൊക്കെ അവിടെ നിന്നത് കേട്ടോ. കാരണം എന്താണ്, ഒന്ന് ലൈഫ് പെട്ടെന്നൊന്ന് സെറ്റിൽഡ് ആക്കാനുള്ള ഓരോ ഓട്ടത്തിലാണ് ഗൈസ്, അല്ലേ? എല്ലാ ഒരു ഇൻവെസ്റ്റ് എന്തെങ്കിലും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫൊക്കെ സെറ്റായി, അല്ലേ? അവസാനം എല്ലാരും മറന്നു പോകുന്ന സംശയമുണ്ട്. മറന്നു പോകും. ആരെ മറന്നു പോണേ? എല്ലാ ലൈഫുകളും പൊന്തി വരുമ്പോ എല്ലാരും മറക്കും. അത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ. ആളുകളുടെ തിരക്കിന്റെ ഇടയിൽ പലതും മറന്നു പോകുന്നു പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണ്ടേ, അല്ലേ? ആണ് ഗൈസ്, പൈസ ഉള്ളവനെ വില ഉള്ളൂ എന്നുള്ളത് പല വട്ടമായിട്ട് നമ്മളെ കാണിച്ചെന്നാണ്. ആൾക്കാർ പറയും ബന്ധമാണ് എന്ന്. ആ ബന്ധമാണെങ്കിലും അപ്പുറത്ത് പൈസ വേണം ഗൈസ്. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലേ? അപ്പോൾ എന്തായാലും അതിൻ്റെ ഓരോ ശ്രമത്തിലാണ്. എത്രത്തോളം ഓടും മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല, എന്നാൽ പോലും അതൊക്കെ എല്ലാവരും ഒരു പറച്ചിൽ തന്നെയാണ്, അല്ലേ? പൈസ ഉണ്ടെങ്കിലാണ് എന്ത് പറയാ പരിഗണനയുള്ളൂ. അവഗണനയുള്ളോട് നമുക്ക് പരിഗണന വരെ കിട്ടുന്ന സംഭവം എന്താ പറയുക, അത് പൈസ തന്നെ. എല്ലാവരും പറയും പൈസക്കൊരു വിലയില്ല, പൈസ ഒന്നല്ല വേണ്ടി, ബന്ധങ്ങളാണ് വേണ്ടിയെന്ന്. നമുക്ക് പൈസ ഇല്ലാത്ത കാലത്ത് ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു, ഇപ്പോഴും ബന്ധങ്ങളുണ്ട്. പക്ഷെ അന്നത്തെ ബന്ധവും ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ പൈസ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കലുണ്ട്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെരണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നല്ലാതെ ഒരു ഇൻവെസ്റ്റ് ഒന്നും നമ്മൾ ആക്കി വെച്ചില്ല. ഇത് നമ്മളെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ് തന്നെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച്. ഒരു വീട്, ഒരു കാറ്, ഒരു ലൈഫ് എന്നൊക്കെ പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് തന്നെയാണ് ഗൈസ്. അസുഖങ്ങളില്ലാതെ മുന്നോട്ട് പോയാൽ മാത്രം മതി എന്നുള്ളതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ട് സൗഫി എന്താ തിരിച്ചു പോയി, സൗഫിക്ക് എന്താ പഴയ വീട് കൊടുത്തില്ലേ എന്ന് ചോദിച്ചു. അതിനെന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പഴയ വീട് കൊടുക്കണില്ല, പഴയ വീടുമ്പോ കൊടുക്കൂല അത്രേ. പക്ഷെ ഓള് ഇവിടെ വന്നിട്ട് വേറെ വീടൊക്കെ അന്വേഷിച്ചിട്ടോ. ആ, ഞാനാ കൂടെ പോയേ. ഇവിടെ വന്നിട്ട് 2 വീട് പോയി നോക്കി ഞങ്ങള്. അപ്പൊ ഞാൻ പറഞ്ഞു ഓളോട് അങ്ങക്ക് ആ വരയിൽ വന്ന് ഇരുന്നൂടെ എന്ന് ചോദിച്ചപ്പോ അത് നമ്മളാ പ്രശ്നം കൊണ്ടല്ലേ പോകുന്നത് എന്ന് പറഞ്ഞു, വള്ളത്തിന്റെ ഇതിൻ്റെയൊക്കെ. അപ്പൊ പിന്നെ ഓനും പുതിയാപ്പിളൊക്കെ പാടെ ഇവിടെ വേറെ സ്ഥലമൊക്കെ നോക്കാൻ പറഞ്ഞു. ആ, ഈ ജപ്തിയായ വീട് പോയി നോക്കി. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഏത് വീട്ടിലിരുന്നാലും ജപ്തിയായ വീട്ടിലൊന്നും പോയിട്ട് ഇരിക്കരുത് എന്ന് പറഞ്ഞു. എന്താന്ന് പറയാ? എന്ത് നൂലാമാല? ബാങ്കുകാർക്ക് പൈസ കൊടുത്താൽ കഴിഞ്ഞു. പക്ഷെ ഒരു മനുഷ്യന്റെ
ആയുസിൽ ഒരു വട്ടമാണ് വീട് വെക്കുക. പിന്നെ പൈസ ഉണ്ടെങ്കിൽ കുറേ വീടൊക്കെ വെക്കും, പക്ഷെ ഇല്ലാത്തവൻ ഒരു വട്ടമാണ് വീട് വെക്കുള്ളൂ. പിന്നെ ആ വീടിൻ്റെ ലോൺ അടക്കാൻ വേണ്ടി മണ്ടും. അങ്ങനെ ലോൺ അടക്കാൻ വേണ്ടി പറ്റാത്തൊരു വീട്ടിൽ നിന്ന് അത്രയും സ്വപ്നം കണ്ട് കെട്ടിപ്പടുത്തി അവസാനം വെല്ലിമ്മി അല്ല അവസാനം മുത്തശ്ശി വെല്ലിമ്മി അമ്മായി ഒക്കെ പാടെ പെരേന്ന് ഉള്ള സ്വപ്നങ്ങളൊക്കെ ഇട്ടെറിഞ്ഞ് പോകുന്ന അവരുടെ മനസ്സിലെപ്പോഴും അവർക്ക് ഫസ്റ്റ് ഉണ്ടാക്കിയ വീട് മാത്രമാണ്. പിന്നെ നമ്മളതിൽ എത്ര പൈസ കൊടുത്ത് കയറി ഇരുന്നിട്ടും കാര്യമല്ല, ബാങ്കുകാർക്കല്ല, അതൊരു ഇതാണ്. അപ്പൊ പിന്നെ അവരോട് പറഞ്ഞു, നിങ്ങളൊരു പണി ചെയ്തോളി, സ്ഥലം വാങ്ങിയിട്ട് എന്നാ വീട് വെക്കണേ വീട് വെച്ചോളി, അല്ലെങ്കിൽ പഴയ വീട് അങ്ങനെ നോക്കിക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വീട് വെക്കാനുള്ള പരിപാടിയാണ്. 10 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് അവർക്ക് വീട് വെക്കാനുള്ള പരിപാടിയാണ്. എവിടെയുള്ളത്? എണ്ണങ്കണ്ടത്താ? പറഞ്ഞോളി. ഓക്കെ, അതാണ് നമുക്കെന്താ വെച്ചാൽ സോഫി വന്നിരുന്നു, സോഫിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. നമ്മൾ ആ വീട് അന്ന് കൊടുക്കും. അന്നൊരു എക്കാസെക്കൽ നിന്നായിരുന്നു. പിന്നെ അതിനെ കുറിച്ചൊന്നും വലിയ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അല്ലേ? ഒരു ടൗണിലിരുന്ന് ആൾക്കാരൊന്നും അങ്ങനത്തെ പേരയില് അവിടെ കൊടുത്തിരിക്കൂല. അതെന്തേ ഇരിക്കൂല? ടൗണിലിരുന്ന ആൾക്കാർ അങ്ങനത്തെ പേരിൽ ഇരിക്കൂല നമ്മ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അട കൊടുക്കണ്ട, നല്ല വെള്ളം കുടിച്ച കറണ്ട് ബില്ലും കുറച്ചാ വരുള്ളൂ. അങ്ങനെയൊക്കെ ഇന്നലെ ഭയങ്കര രസകരമായ ഒരു കമന്റ് കണ്ടു. ഇനി ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യല് നിർത്തി, ഇവരെ വീഡിയോ കാണല് നിർത്തി, കാരണം ഇവര് നേരായി ഇനി ഞാൻ കാണൂല എന്ന് പറഞ്ഞു. നമ്മൾ നേരാവാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നിങ്ങൾ വീഡിയോ കണ്ടിരുന്നത്, അങ്ങനെ കാണിച്ച് നിങ്ങൾ പറയണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരാവാന്ന് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, അല്ലാതെ നമ്മളെ വീഡിയോ കണ്ട് എന്റർടൈൻമെന്റ് ആവുന്നവരുണ്ട്. ഞങ്ങളെയും താന്ന ആൾക്കാരുണ്ടാവും, കണ്ടിട്ട് നേരാക്കിക്കോളി. അല്ല, എല്ലാവരും നേരാക്കണം. നമുക്ക് ഇപ്പോൾ അത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരാകുമ്പോൾ മാത്രമേ നമ്മളെ മാത്രമേ പറയുള്ളൂ. വേറെ ആൾ നേരായിട്ട് ഞങ്ങൾ കാരണം ഞങ്ങൾ നേരായി എന്ന് ആരോടെങ്കിലും നിങ്ങൾ പറയുമോ? ആരോടും പറയൂല, നമ്മളോട് പറയും. കാരണം നമ്മളൊന്നും ഇല്ലാത്തടത്തു നിന്ന് നേരായി വരുമ്പോൾ നമ്മളോടത് പറയാനുള്ള എല്ലാ വോയിസും അവർക്ക് ഉണ്ടാവും. ഓക്കെ, നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിനൊക്കെ നമുക്ക് ഒരുപാട് നന്ദിയുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ വീഡിയോ മാത്രമല്ല ഡെയിലി നിങ്ങൾ കാണുക. അവരോടൊക്കെ പോയിട്ട് പറയും ഞങ്ങൾ കാരണം നിങ്ങൾ നേരായിന്ന്. അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. നിങ്ങൾ കാരണം നേരായിന്ന് നമ്മൾ പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾ കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നേടാനും എല്ലാത്തിനും പറ്റി. പക്ഷെ നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരും കൂടി എന്തോ ഒരു ഇതിൽ നമ്മൾ കാണൂലേ അല്ലേ? ഓക്കെ, എന്നാ വിടുക. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഗായ്സ്. വാ, ഇന്ന് എങ്ങോട്ടാ പോകണമെന്ന് പറയുമ്പോ ഇന്ന് ലോഞ്ചിങ് ആണ്. സമ്മാനം ഇന്ന് 5 പേർക്ക് കൊടുക്കും. 5 ഡയമണ്ട് റിങ് ഇന്ന് സമ്മാനമാണ്. ഇന്ന് നമ്മുടെ കമ്പനീൻ്റെ ലോഞ്ചിങ് ആണ്, അതായത് കമ്പനിയുടെ ഉദ്ഘാടനമാണ്. അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും ഉണ്ടാകും. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് അവിടെ പോയിട്ട് ഇട്ട് തരാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും സിനും കുട്ടിയെ പോകണുള്ളൂ. എപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു വരിക എന്ന് അറിയൂല. അപ്പോൾ അതാണ് ഞാൻ ഉമ്മനി ചക്കരനെ ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകാത്തത്. അത് കേട്ടോ. അപ്പം നേരം കുറേ വൈകും. അവിടെ പോയി എല്ലാം സെറ്റ് ചെയ്ത്, കാരണം നമ്മുടെ പരിപാടി ആയതുകൊണ്ട് നമ്മൾ സെലിബ്രേറ്റ് ആയിട്ട് അവിടെ പോകാൻ കഴിയില്ല. നമ്മളവിടെ പോയി പണിയെടുക്കണം. ടാറ്റ കാണിച്ചു കൊടുക്ക് അലേഹ, ടാറ്റ കാണിച്ചു കൊടുക്ക്. ടാറ്റ കാണിച്ചു കൊടുക്ക്. നിങ്ങൾ പോയി തരാറി ചൂടൊക്കെ ഉണ്ടോ? ഇത് നോക്കണ്ടോ നിങ്ങള്? നോക്കണ്ടോ? എന്ത് അന്ന് നോക്കൂല പോവാ നമുക്ക്. അങ്ങനെ ആർക്കും പാടില്ല. എന്നെ വിളിക്കണ്ടേ? പോരി അലേഹ, വാ അലേഹ വാ. അപ്പോൾ ശുണ്ടി കുട്ടീനെ ശുണ്ടി എന്നാട്ടോ വിളിക്കുന്നത്. ആ പോവാ എടുക്ക്. ആണോ? ഗായ്സ്, നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടി ഉറങ്ങിയിട്ടോ അല്ലേ? അപ്പം എന്തായാലും നല്ലൊരു തുടക്കമാണ്. കൂടുതൽ ആൾക്കാർക്കൊക്കെ എന്താണ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഡീറ്റെയിൽസൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ തരാം. പിന്നെ ഒരുപാട് പേര് പറഞ്ഞത് മുട്ടായി തെരുവിൽ കിട്ടും, അവിടെ അത്ര പ്രൈസേ ഉള്ളൂ, ഇവിടെ ഇത്ര പ്രൈസേ ഉള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണ്.
എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ്സ് നമ്മൾ മുന്നേ ബെഡ്ഷീറ്റിൻ്റെ വീഡിയോസിലൊക്കെ വന്നായിരുന്നു. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് ഒരിക്കലും നമ്മളിത് സാധനം കയ്യിൽ കിട്ടിയതിൻ്റെ ക്വാളിറ്റി കണ്ടാലും നമുക്കിതിന് എന്താ വില. 1000-ൻ്റെ ബെഡ്ഷീറ്റ് ഉണ്ട്, 500-ൻ്റെ ബെഡ്ഷീറ്റ് ഉണ്ട്, 3000-ൻ്റെ ബെഡ്ഷീറ്റ് ഉണ്ട്, 2900-ൻ്റെ ബെഡ്ഷീറ്റ് ഉണ്ട്, ഒരുപാട് പ്രൈസിൽ ബെഡ്ഷീറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റാണ് കൊടുക്കുന്നത്. നമുക്ക് MRP 1699-ൻ്റെ ബെഡ്ഷീറ്റ്, അത് കിങ് സൈസ് ഗ്ലേസ് കോട്ടൺ ബെഡ്ഷീറ്റ് നമ്മൾ കൊടുക്കുന്നത് 1000 രൂപക്കാണ്. അതിൻ്റെ കൂടെ ഒരു കൂപ്പണും ഉണ്ട്. ഓക്കെ, ആ കൂപ്പണിലാണ് ഈ പറഞ്ഞ സമ്മാനങ്ങളൊക്കെ അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അതിൻ്റെ ലോഞ്ചിങ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവിടെ ആരൊക്കെ ഉണ്ട്, എല്ലാവരും നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ്. ഒരുപാട് ഫാമിലീസ് കൂടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ട്രസ്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നെയാണ് നടത്തുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും നല്ല രീതിക്ക് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലേ. ആരൊക്കെയാണ് ഭാഗ്യം തെളിയാന്നൊന്നും പറയാൻ പറ്റൂല, നാളെ ആരാണ് അല്ലേ. ബെഡ്ഷീറ്റിന്റെ മാത്രമല്ല, ബെഡ്ഷീറ്റ് ഇപ്പോൾ ഒരു വീട്ടിലിപ്പോൾ എന്തായാലും ഏതൊരാൾക്കും നമുക്ക് ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് അല്ലേ. ബെഡ്ഷീറ്റ് ഇനി മഴക്കാലമാണ് വരുന്നത്, ചേഞ്ച് ചെയ്യലും കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെഡ്ഷീറ്റിലൊരു കൂപ്പുള്ള സമ്മാനം പാട് അടിച്ചു കഴിഞ്ഞാൽ ആരാണ് നമ്മൾ ആരാ ഏട്ടാന്ന് ചോദിച്ച മാതിരി എന്തായാലും ഒരാൾക്കൊന്നല്ല, ഒരാൾക്ക് മാത്രമല്ല, ബമ്പർ ഒരാൾക്ക്, പിന്നെ 100 ഡയമണ്ടിന്റെ റിങ്ങും കൂടി ഉണ്ട്. അപ്പോൾ 100 പേർക്ക് വേറെ ഉണ്ട്. പിന്നെ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിഫ്റ്റ് കാറ്, പിന്നെ AC 5 പേർക്ക് AC, 10 പേർക്ക് ഫ്രിഡ്ജ്, 10 പേർക്ക് വാഷിംഗ് മെഷീൻ, പിന്നെ 5 ഇലക്ട്രിക് സ്കൂട്ടർ, അത് 5 പേർക്ക് സ്കൂട്ടർ. അപ്പോൾ സംഭവം വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ലോഞ്ചിങ്ങിന് പോവുകയാണ്. നമ്മളതാ ഫാമിലി അർഹതയുള്ള കൈകളിലേക്ക് എത്തട്ടെ. എന്തായാലും നിങ്ങൾക്ക് വാങ്ങുന്നതിന് വർത്തായിട്ടുള്ള മുതലുണ്ട്. ഓക്കെ, കൂപ്പൺ മാത്രം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നമ്മളത് കൂപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു 3 മാസം മാത്രമേ ഉണ്ടാവുക ഈ കൂപ്പണിന്റെ പരിപാടിയൊക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് മാത്രമല്ല, നമ്മൾ ഈ ഒരു കമ്പനിയിൽ വേറെയും കുറേ പ്രൊഡക്റ്റുകൾ ഇറക്കാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ ടീം വർക്കായിട്ടാണ് ഇത് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. എന്നിപ്പോൾ യൂട്യൂബും കാര്യങ്ങളും മാത്രം അല്ലല്ലോ, നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇതൊരു ബിസിനസ്സിലോട്ട് എല്ലാവരും ഓരോരുത്തർ ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് ചൈനയിൽ നിന്നുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് അതിൽ പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ആദ്യത്തെ ലോഞ്ചിങ് ബെഡ്ഷീറ്റാണ്. ഇനി രണ്ടാമത്തേത് അടുത്തത് ഇന്ന് ഒരു സംഭവം കൂടി നമ്മൾ ലോഞ്ച് ആക്കുന്നുണ്ട്. അതെല്ലാ സാധാരണക്കാർക്കും പറ്റുന്നൊരു സംഭവം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ആവശ്യത്തിനാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഉമ്മനെ നമ്മൾ കൊണ്ടുവരാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കര അവിടെ ഉണ്ട്, പിന്നെ നിജാസും ഉണ്ട്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പാടെ പെട്ടെന്ന് പോയി പോരാൻ പറ്റിയ സ്ഥലമല്ല, ഒരുപാട് ദൂരം നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. അപ്പം പിന്നെ വിരലും പോക്കും ആകെ ചീച്ചലാവും. പിന്നെ നമ്മളവിടെ ഇപ്പോഴല്ല എന്ന് പറഞ്ഞാണ്. പക്ഷെ നമ്മളെന്താ വെച്ചാൽ നമ്മളെല്ലാ ഫാമിലിയും നമ്മളൊരു സംരംഭമാണല്ലോ. അപ്പം എല്ലാ കപ്പിൾസും ഇന്ന് ഈ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ മാത്രം തനിയെ പോയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും അവിടെ വെച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പങ്കിടാം. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ എല്ലാ മുഹൂർത്തത്തിലും കൂടെ നിന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നമ്മളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഗായ്സ്. അപ്പം എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.